അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് തുടങ്ങുന്നത് ഒരു 50 കോടിക്ക് മേലെ നെറ്റ്വർത്ത് ഉള്ള ആൾക്കാർ. 50 കോടിക്കൊന്നും സത്യം പറഞ്ഞാൽ ഫാമിലി ഓഫീസ് ആവശ്യമില്ല. ഓക്കെ 50 കോടി ഇസ് നോട്ട് എ ബിഗ് മണി. 50 കോടിക്കൊന്നും നമ്മളുടെ 50 കോടിയുടെ പോർട്ട്ഫോളിയോ സംതിങ് ഡിസ്പോസിബിൾ മണി ദാറ്റ് മേക്സ് എ ഡിഫറൻസീസ്. 50 കോടി നെറ്റ്വർത്തുള്ള ഒരാളുടെ നോർമലി നിങ്ങൾ നെറ്റ്വർത്ത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു 40-60% വിൽ ബി ഇൻ ദ ഫോം ഓഫ് റിയൽ എസ്റ്റേറ്റ് അല്ലെ, ടു സം എക്സ്റ്റെന്റ് ദ ഗോൾഡ് അല്ലെ, ടു സം എക്സ്റ്റെന്റ് ദ ഷെയർസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് ഓൾറെഡി പോയി. അതിന് ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ മതിയല്ലോ അല്ലെ. പിന്നെ എന്റെ കയ്യിൽ ഡിസ്പോസിബിൾ ആയിട്ട് ചിലപ്പോൾ ഒരു 5-10 കോടി ഉണ്ടാവുള്ളൂ, അതന്നെ കൂടുതലാണ്. ഐ ഡോണ്ട് തിങ്ക് സോ വന്നിട്ട് ഡിസ്പോസിബിൾ ആയിട്ട് ക്യാഷ് അത്രയും ഒരാളെ. ഇപ്പോ ഡിസ്പോസിബിൾ പൈസ ആയിട്ട് അതെ ഒരു 50 CR മേലെയാണെന്നുണ്ടെങ്കിൽ ഒരു 50 crore ഒക്കെ ഫണ്ട് ഉണ്ടെങ്കിൽ ബെറ്റർ. ഐ തിങ്ക് നമ്മൾ നല്ലൊരു സ്കില്ലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻസ് മനസ്സിലാകുന്ന ഒരു 2 കോമ്പിനേഷനും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. 2 സ്കിൽ, കാരണം സ്കിൽ സെറ്റ് ഇസ് വെരി റയർ. അതെ ഈ പറഞ്ഞ ഈ സ്കിൽസ് ഇത് മനസ്സിലാക്കാനുള്ള നമുക്കൊരു അക്കൗണ്ടിനെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇതെന്താണെന്ന് മനസ്സിലാകുന്ന ഒരാളെയും കൊണ്ടുവരണം. അപ്പൊ ഇതിന് വേറൊരു ഫാമിലി ഓഫീസായിട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെയാണ്. അയാൾ ആ കമ്പനി തന്നെ എംപ്ലോയി ആക്കിയാൽ പോരെ? ഇല്ല, ദാറ്റ് ഈസ് എ ഡിഫറെന്റ്. അയാളുടെ സ്വന്തം കമ്പനി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ഇസ് ഡിഫറെന്റ്. ഓക്കെ ഇത് ആ കമ്പനിയിൽ നിന്ന് എടുത്ത കാശാണ്. നോർമലി എവിടെ നിന്നാണ് ഫാമിലി ഓഫീസ് വരിക ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ഫൗണ്ടർ, നമ്മളൊരു വലിയൊരു സെറ്റപ്പ് കമ്പനി തുടങ്ങി. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ 30-40 years ഓർ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇന്നൊരു കാലഘട്ടത്തിൽ നമ്മളൊരു 500 കോടിക്ക് വാല്യൂഷനിൽ നമ്മൾ ഒരു 200-250 കോടിക്ക് ഇത് വിറ്റു. അപ്പൊ എന്റെ 50-60% ഷെയർ ഞാൻ കൊടുത്തു. അപ്പം പിന്നീട് ഞാൻ ഈ കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്യുന്നത് ആസ് എ ബേസിക്കലി എക്സ് ചെയർമാൻ ആയിട്ട് അല്ലെ എക്സ് CMD ആയിട്ടൊക്കെ വന്നിട്ട് നെയിംസ് ആയി. ബാക്കി ഒരു മേജർ ഷെയർ ഹോൾഡിംഗ് ഒക്കെ വേറെ ആരോ വാങ്ങിച്ചു. അപ്പൊ അത് വിറ്റത് കൊണ്ട് എന്റെ കയ്യിൽ ഒരു 10-300 കോടി വന്നു. ആ 300 കോടി എന്നത് എന്റെ ബാങ്കിലാണ്, അതെന്റെ പേഴ്സണലാണ്. ഈ കമ്പനിന്റെ വെൽത്ത് ഞാൻ ആക്ച്വലി ഇന്നിപ്പം ആ കമ്പനി ഞാൻ ഉണ്ടാക്കിയ കമ്പനി ഓടിക്കുന്നത് വേറെ ആൾക്കാരാണ്. ഞാനതിന് പേരിന് മാത്രമേ എന്റെ പഴയ ഒരു ചെയർമാനും CMDയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ പലപ്പോഴും. ഇവരല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക്കിന് കൊടുത്തിട്ടുണ്ടാവും, IPO പോയിട്ട് സിഗ്നിഫിക്കന്റ് പോർഷൻ ഓഫ് എന്റെ വെൽത്ത് ഞാൻ ഡൈല്യൂട്ട് എടുത്തു. അത് എന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് 500 കോടി. പക്ഷെ ഈ 500 കോടി കൊണ്ട് എനിക്ക് വേറെ ആ ബിസിനസ് ചെയ്യാൻ പറ്റില്ല, നോൺ കോമ്പിറ്റൻസി ഉണ്ട്. അല്ല ഇവൻ അതിലേക്ക് ആവശ്യം ഉണ്ടാവില്ല ചിലപ്പോൾ. അല്ല ഞാൻ ഇടില്ലല്ലോ, കാരണം വേറെ ആൾ വന്നു. ഇനി ആ കമ്പനിയിൽ ഞാൻ കാശ് ഇട്ടില്ല, കാരണം പുതിയ ആൾ ഇനി അയാൾ ഇടണം. ഞാൻ എനിക്ക് കാശ് ഇട്ടില്ല ആ കമ്പനിയിൽ. അപ്പൊ ഇനി ആ കാശ് എടുത്തിട്ട് ഈ ബിസിനസ് എനിക്കറിയുന്ന ബിസിനസ് ചെയ്യാനും പറ്റില്ല. അപ്പൊ വേറെ ബിസിനസ് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഈ ബിസിനസ് അറിയാത്ത ഒരാൾ വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത കാശ് പോകും. അതിന് അങ്ങനത്തെ സമയങ്ങളിലാണ് ഇതുപോലത്തെ പാസീവ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. പക്ഷേ അബ്സല്യൂട്ട്ലി ഞാൻ സ്വന്തം ബിസിനസ് ചെയ്യാൻ എനിക്ക് ഫാമിലി ഓഫീസ് വേണ്ട. എന്റെ ക്യാപിറ്റൽ കൊണ്ട് അതിലിട്ട് ഐ ക്യാൻ സ്റ്റാർട്ട് അനദർ കമ്പനി. അതുകൊണ്ട്